ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള അടിപൊളി ഹൽവ റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഹൽവ തയ്യാറാക്കാനായിട്ട് കുറച്ച് പച്ചമാങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എടുത്തു വച്ചിരുന്ന മുഴുവൻ മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തുള്ളി ഗ്രീൻ കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ കളർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്ത ജ്യൂസിനെ അരിപ്പയിലൊഴിച്ച് നന്നായി അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ജ്യൂസിനെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് അളവിൽ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ജ്യൂസിന് വേണ്ടിയാണ് ഈ ഒരു കപ്പ് അളവിൽ കസ്റ്റേർഡ് പൗഡർ ചേർത്തത്. ഇതിൽ കൂടുതൽ ജ്യൂസ് എടുക്കുന്നവർ അതിനനുസരിച്ച് കസ്റ്റേർഡ് പൗഡറിൻ്റെ അളവും കൂട്ടാം. കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്തുകൊണ്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കസ്റ്റേർഡ് പൗഡറിൽ ഒരു മഞ്ഞ കളർ ഉള്ളതുകൊണ്ട് മഞ്ഞയും പച്ചയും കൂടെ കലർന്നിട്ടാണ് ഈ ഒരു കളർ ഇരിക്കുന്നത്. പക്ഷേ ഇത് ടൈറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആയിക്കൊണ്ട് ഗ്രീൻ കളറിൽ തന്നെ ആയി കിട്ടും. ഇതുപോലെ ഒന്ന് ടൈറ്റായി കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹലുവയ്ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം. ഈ കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയായിട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര അലിയും തോറും ഇതിൻ്റെ കളറ് ചേഞ്ച് ആയി വരും. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലോണം ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ നല്ല പോലെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ പരുവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് ഈ ഹൽവ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കറക്റ്റാക്കി കൊടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, താഴെയാണ്. ഇപ്പോൾ ഇതാ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള ഹൽവയാണിത്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള മധുരവും പുളിപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.